ആലയത്തിനകത്ത് പിടഞ്ഞു വീഴും. ഇന്നോ ആലയത്തിനകത്ത് എന്തെല്ലാം കച്ചവടങ്ങൾ. സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിനകത്ത് കച്ചവടശാലകളാക്കിയില്ലേ, കച്ചവടങ്ങളാക്കിയില്ലേ ആലയത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. കോഴി, ആട്, പ്രാവ് തുടങ്ങിയത് കർത്താവ് അടിച്ച് പുറത്തിറക്കിയതിന് സ്തോത്രം. ഒരു ന്യൂ ജനറേഷൻ വന്നിട്ട് അതിനെല്ലാം വലിച്ചു വാരി അകത്തിട്ട് അതിനകത്തൊരു കച്ചവടശാലയാക്കി പിരിവ് തുടങ്ങിയില്ലേ. സ്തോത്രം. ആലയത്തിന് വില പേശുകയാണോ? ആലയം ദൈവത്തിന്റെ ചങ്കില ചോര കൊടുത്തു വാങ്ങിയതാ. ആലയത്തിനകത്ത് ബാർഗിൻ ചെയ്യാനോ പണം പിരിക്കാനോ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. ആരെയും ദൈവം അതിന് പ്രത്യേകിച്ച് അഭിഷേകം ചെയ്തിട്ടില്ല. ദൈവത്തിന് രക്തം കൊടുത്തു വാങ്ങിയ സഭയെ പണിയാൻ ആരെയും പണം പിരിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രസീത് കുറ്റി അടിച്ചുകൊണ്ട് വീട് തോറും ഇറങ്ങാൻ തെണ്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ളതല്ല ആലയം. ആലയം ദൈവത്തിന്റെ വക. അതിനകത്തുള്ള ജനം ദൈവത്തിന്റെ വക. ഞങ്ങൾ പണിയും. സംഭ്യാവും തോപലത്തും മാറി നിൽക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചവനും കൃപയുള്ളവനും എണീറ്റ് പണിയും. അല്ലാതെ അത്തപ്പൂക്കളത്തിന് വരി പിരിക്കും പോലെ പിരിക്കാൻ ഇറങ്ങുന്നതല്ല ദൈവസഭ. ശ്രദ്ധിച്ചോളണം. ശുശ്രൂഷ ദൂതനാ ചെയ്യുന്ന ആലയത്തിനകത്ത്. ദൂതൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അകത്ത് നിൽക്കുന്നവൻ വെടിപ്പുള്ളവനല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷ അവിടെ നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, വളരെ ഭയത്തോടും വിറയലോടും ആലയത്തിനകത്ത് പ്രവേശിക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രി ഭയത്തോടെ പറയുകയാ. നമ്മളെല്ലാവരും പകൽ ആരാധിച്ചു, മടങ്ങി വന്നു. അനേകരെ ആരാധിക്കാൻ പോയി മടങ്ങി വന്നിട്ടില്ല. പലരും പകുതി വഴിയിൽ പിടഞ്ഞു വീണ് മരിച്ചു. പലതിലും അഡിക്റ്റായി പോയി. പലരും പകുതി വഴിയിൽ പട്ടുപോയി. ആ ചരിത്രം ഇന്ന് രാത്രിക്ക് മുമ്പേ പറയട്ടെ. നമ്മെ പരിപാലിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം നമുക്ക് കൊടുക്കാനുള്ളത് പെർഫെക്റ്റ് ആയിട്ട് അത് അതിൻ്റെതായ തനിമയോടെ കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രി കത്തിപ്പടരുന്ന ക്രൂശിലെ രക്തത്തിന്റെ തുള്ളി അത് ഇന്ന് രാത്രി നമ്മുടെ ശരീരത്തിലേക്ക് പാഞ്ഞിറങ്ങുന്ന ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ധൂപം കാട്ടുന്ന നോക്കിയേ 11-ാം വാക്യം. അപ്പോൾ കർത്താവിന്റെ ദൂതൻ. അവിടെ കർത്താവ് നിയോഗത്തോടെ ഇറക്കിയ ഒരു ദൂതൻ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളിരിക്കുന്ന ഏരിയക്കകത്ത് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ദൂതൻ പോകത്തില്ല, അവിടെ നിൽക്കും. എവിടെ പോകാനാ അല്ലേ? ഈ ദൂതനെ ആലയത്തിലല്ലേ ദൈവം ആക്കി വെച്ചിട്ട് അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പുരോഹിതൻ അതിനകത്തിരിക്കുക. പുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത നോക്കിക്കേ, അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സെഖര്യാവ് ദൂതനോട് ഇത് ഞാൻ എന്തതിനാൽ അറിയും? പ്രൈസ് ദി ലോർഡ്. ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ? ആമേൻ. വയസ്സ് ചെന്നിരിക്കുക, ഞാൻ വൃദ്ധനുമാണ്. സെഖര്യാവ് ദൂതനോട് പറയുക. ഇതെല്ലാം അറിഞ്ഞ് നിന്റെ നാളും ഭാവിയും വാരഫലവും എല്ലാം അറിഞ്ഞാണ് ദൂതൻ ഇറങ്ങി നിൽക്കുന്നത്. സെഖര്യാവ് ചെയ്യുന്നത് ആരുടെ ശുശ്രൂഷയാ ചെയ്യുന്നത്? സെഖര്യാവ് ചെയ്യുന്നത് മഹാരാജാവിന്റെ ശുശ്രൂഷയാ. മഹാരാജാവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സെഖര്യാവിനെ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചയുടെ മുമ്പിലെ വാർദ്ധക്യത്തിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ ഉലകത്തിലെ എല്ലാ സയൻസുകളും റദ്ദാക്കുമ്പോൾ സകലതും സ്തോത്രം മൗനമായിരിക്കുമ്പോൾ ഒരുത്തൻ ഇറങ്ങി വരും. അവൻ പറയും എല്ലാം അസ്തമിച്ചു, എല്ലാം തീർന്നു,
എല്ലാ വശവും ബ്ലോക്കായി എന്ന് പറയുമ്പോഴാ ദൂതൻ ഇറങ്ങി പറയുന്നത്, ഇല്ലടാ, നിന്റെ ദൈവത്തിന് ഇന്ന് രാത്രി ഈ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നുണ്ടോ സെഖറിയാവേ? നീ ചെയ്തത് ആരെ ശുശ്രൂഷ എന്നറിയാമോ? മഹാരാജാവിന്റെ ശുശ്രൂഷയാ. അതുകൊണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവന്റെ മുമ്പിൽ നിന്നെ തന്നെ തെളിയിക്കാൻ ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിന്റെ നാവിനെ മാറ്റിവെക്കാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നാ 19ാമത്തെ വാക്യം നോക്കിയേ, വളരെ ശക്തമായി പറയുക. ആമേൻ. 19ാമത്തെ വാക്യത്തിൽ നോക്കിയേ, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ആമേൻ, നിന്റെ അടുത്ത്, ആമേൻ, ദൈവസഭയിൽ ദൈവസന്നിധിയിൽ നിന്ന് ഒരുത്തൻ നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലേ, ആമേൻ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആമേൻ, നമ്മുടെയൊക്കെ സഭകളിൽ സ്നാനപ്പെടുത്താൻ വേണ്ടി സെൻട്രൽ പാസ്റ്റർമാർ വരാറുണ്ടല്ലേ? സ്തോത്രം, ആമേൻ. ഞങ്ങളുടെയൊക്കെ അങ്ങനെ സ്നാനത്തിന് എല്ലാ പാസ്റ്റർമാരും സ്നാനപ്പെടുത്താൻ ഏൽപ്പിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാർ വരും. ആമേൻ, ആമേൻ. ആ പാസ്റ്റർമാരാണ് അവരെ സ്നാനപ്പെടുത്തുന്നതും വിവാഹ ശുശ്രൂഷ നടത്തുന്നതും, ആമേൻ, കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്നതും ഭവനത്തെ പ്രതിഷ്ഠിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരാ. എന്താ അവർ വരുന്ന കാര്യം എന്ന് അറിയാമോ? അവരിൽ സകലതും ഫലമേൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവരിലെല്ലാം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അഭിഷത്തിന് ഞങ്ങളുടെ സഭയിരിക്കുന്ന ദൈവദാസന് അതിനുള്ള പ്രാഗൽഭ്യമില്ലേ? ഉണ്ട്, സ്തോത്രം, ഉണ്ട്. പക്ഷെ എല്ലാം അറിയുന്ന ഒരുത്തൻ അതുക്കു മേലെ ഇരിപ്പുണ്ട്. അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്യും. വചനം എന്ത് പറയുന്നു? വചന തെളിവെന്താ? എൻ്റെ മഹത്വം പറഞ്ഞേ മറ്റൊരുത്തനും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോ ആമേൻ, ഒരു ദൈവദാസൻ നമ്മുടെ സഭയ്ക്കകത്തെ കയറി വരുന്നതിനേക്കാൾ ഇവിടെ പറയുന്നു, ദൂതൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ആരുടെ പക്ഷത്തുനിന്ന് വന്നത്? ഹോവ അയച്ച ഒരു ദൂതൻ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് എവിടെയാ പെയിൻ? നിന്റെ ശരീരത്തിൽ എവിടെയാ പെയിൻ? നീ എന്തിനാ നീ ഭാരപ്പെട്ടിരിക്കുന്നത്? നിനക്ക് എവിടെയാ ഭാരം? എവിടെയാ വേദന വ്യാപരിക്കുന്നത്? ഏത് വിഷയത്തിലാ വേദന? ആരുടെ മാനസാന്തരപ്പെടുത്താൻ നീ വേദന അനുഭവിക്കുന്നത്? എന്താ നിന്റെ ഭാരം? എന്താ നിന്റെ ജീവിതത്തിലുള്ള ആമേൻ ഒരു വലിയ ഒരു പെയിൻ? ഇന്ന് രാത്രി അത് കണ്ട് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്ന ഒരു ദൂതൻ ഈ രാത്രി അവിടെ ഇറങ്ങി നിൽക്കുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ 17, 18, 19 വാക്യങ്ങൾ. ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചേ. 17, 18, 19 നിർത്തി വായിക്കൂ. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സെഖറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവന്റെ പേരിനെ വെളിപ്പെടുത്തി, അവന്റെ പേരിനെ വെളിപ്പെടുത്തി ഇന്ന് രാത്രി പറയുക, ഞാൻ വന്നിരിക്കുന്നത് അവൻ നിസ്സാരം ഒരു വയലിനകത്തുനിന്നല്ല വന്നത്. എന്നെ നിയോഗത്തോടെ നിന്റെ അടുത്തേക്ക് ഇന്ന് രാത്രി അയച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി വാഴ്ത്തത്വങ്ങൾ നിന്നു പോയിട്ടില്ല. സകലതും നിന്നു പോകുമ്പോഴും വാഴ്ത്തത്വം നിന്നു പോയിട്ടില്ല. യവത്വം നിന്നു പോകുമ്പോ ശരീരത്തിലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ തുടുപ്പുകളും ആമേൻ സ്തോത്രം വെയിനുകളും സ്റ്റോപ്പ് പറയുമ്പോൾ ആമേൻ അതിനകത്തും ദൂതൻ ഇടപെടാൻ പോകുന്നു. കാരണം സെഖറിയാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെഖറിയാവിന്റെ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്സാര കാര്യമല്ല. ആ ഉടയ തമ്പുരാന്റെ പ്രവൃത്തി അവരിൽ കൂടെ വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവം പറയുന്നു, 2025 കഴിയും മുമ്പേ ആമേൻ നിന്റെ ഉദരത്തിൽ തുടുപ്പ് വ്യാപരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ തിരുവനന്തപുരത്ത് ആമേൻ സ്തോത്രം മെഡിക്കൽ കോളേജില് ഗൈനക്കോളജി ആയിരുന്ന കർത്താവിന്റെ ഒരു അഭിഷക്ത ഉണ്ടായിരുന്ന ഒരു ഡോക്ടറുണ്ട്. ആമേൻ. അവരുടെ വയസ്സ് 58.
പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹസ്ബൻഡ് വയസ്സ് 61. ഓർത്തയിൽ ഏറ്റവും സർജൻ ആയിരിക്കുന്ന, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, അദ്ദേഹത്തിന് കീഴിൽ ജൂനിയറായി തുടരുന്ന ഏകദേശം 200ഓളം ഡോക്ടർമാരുണ്ട്. ഈ ഗൈനക്കോളജിയുടെ ആ കർത്താവിന്റെ ദാസിയുടെ കീഴിൽ നിൽക്കുന്ന ഏകദേശം 500-ലധികം ആൾക്കാരുണ്ട്. പേര് പറയുന്നില്ല. സ്തോത്രം. ഇത് ലൈവിൽ പോകുന്നതാ. എന്ന് രാത്രി കാര്യം പറയട്ടെ. പല വഴികളും മുട്ടി. സ്തോത്രം. ആത്മാവിൽ വിളിച്ചു പറയുക. 60, 65, 58 അല്ല വിഷയം. എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ ചില ദൂതന്മാരെ നിയോഗത്തോടെ ചില ഭവനത്തിലേക്ക് അയക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. തലമുറയ്ക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചും ഉരുളി കമത്തിയും തമ്പേറടിച്ചും പൂക്കുറ്റി കത്തിച്ചും മുത്തുക്കുട പിടിച്ചും വഴിപാടും ഉരുളി കമത്തും സകലതും സകല വിഗ്രഹങ്ങളിലും മുട്ടുമടക്കിയിട്ടും ഒരു വിഗ്രഹത്തിനും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്തോത്രം എളിയവനെ ഭവനത്തിലേക്ക് 2023 അയച്ചു. 24-ൽ സ്തോത്രം അതേ ആണ്ടിൽ ദൈവം അവർക്ക് ഒക്കത്തൊരു കുഞ്ഞിനെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവ കുഞ്ഞ് ഇന്ന് രാത്രി പറയട്ടെ, 2024 ലാസ്റ്റില് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് പ്രതിഷ്ഠിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അധികാരം തന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ദൈവം ഇതിലെ ദൈവം പറഞ്ഞാൽ അസാധ്യമല്ല. 100 കണക്കിന് കാര്യം പറയാം, 100 കണക്കിന് കാര്യം. ഇത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അവർക്ക് ഒരു കുട്ടിയല്ല, രണ്ടാമത്തെ പ്രസവത്തിൽ 2 പിള്ളേരാ, ടോട്ടലി 3 മക്കൾ ഇന്ന് അവർക്കുണ്ട്. പറയുന്നത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു, യേശുവിന് കഴിയും ചെയ്യാൻ. സെക്രിയാവിന്റെ കുടുംബത്തിലേക്ക് കർത്താവിന്റെ ദൂതൻ ഇറങ്ങി ചെന്നെങ്കിൽ സകലതും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന സെക്രിയാവിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി കേൾക്ക്. നമ്മുടെ കൂടെ പാടിക്കൊണ്ട് അജിയോസ് പാസ്റ്റർ അറിയാലല്ലേ? എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ കോഴിക്കോടിന്റെ ഭാഗത്തെത്തിയപ്പോൾ ദൈവാത്മാവ് തന്നോട് പിന്നെ ഇടപെട്ടെന്നെ വിളിക്കുക. പാസ്റ്ററേ, സ്തോത്രം, എനിക്ക് ചില വിഷയങ്ങൾ എൻ്റെ ഭാര്യ അനുഭവിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് അറിയത്തില്ല എന്താ കാര്യമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഓൾറെഡി അവർക്ക് 2 മക്കളുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനകത്ത് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അറിയിച്ച ദൂതുകളാ അത്. സ്തോത്രം. സ്വീകരിച്ചില്ല, അതല്ല വിഷയം. ദൈവം പറഞ്ഞു 4 മാസം വരെ അവരെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സഹോദരിമാരുടെ പദവികൾ നിന്നുപോയി. പിന്നെ എങ്ങനെ മനസ്സിലാക്കും? രാത്രി 2 മണിക്ക് എന്നെ വിളിക്കുക, വൊമിറ്റിങ്ങും അസ്വസ്ഥതയും പ്രശ്നം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ദൈവം കാര്യം ചെയ്യ്, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, ഉദരം പരിശോധിക്കുക. വെളുപ്പിന് 3 മണിക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. 3 മണിക്ക് വിളിച്ചു പറയുക, പാസ്റ്ററേ, ആകെപ്പാട് കുഴപ്പമായല്ലോ, ഉദരത്തിനകത്തെ കുഞ്ഞു കിടക്കുക. 1 അല്ല പാസ്റ്ററേ. സ്തോത്രം. 1 അല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ദൈവം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ എത്ര ഇനി ഇല്ല എന്ന് പറഞ്ഞാലും ദൈവം ചിലത് ചെയ്യും. സ്തോത്രം. ഇന്ന് രാത്രി എന്താ ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. അങ്ങനെ തന്നെ ഇതിനകത്ത് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ദൂതൻ എവിടെയൊക്കെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഇത് മറ്റാരുമല്ല, സെക്രിയാവേ, ദൂതനാ അവരോട് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞിരിക്കുന്ന ദൂതൻ മീഖായേൽ അല്ല വന്നിരിക്കുന്നത്. അവൻ അയച്ചൊരു ദൂതനുണ്ട്. ഗബ്രിയേൽ ദൂതനാ വന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്ഷമയില്ലാത്ത ദൂതനാ. ജീവനോടെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരും, പറഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ പിടിച്ചുകൊണ്ടുവരും, ശാസിക്കാൻ പറഞ്ഞാൽ അടി പറ്റിക്കും, ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗമാണ് കുഴപ്പം അവിടെ വെട്ടിക്കൊണ്ടുവരും. അത്ര ശക്തനാ വന്നിരിക്കുന്നത്. മീഖായേലിന് കുറച്ചുകൂടെ ഒരു ക്ഷമയുണ്ട്, ഇതിന് ക്ഷമയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവകുഞ്ഞ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവം ഈ സബ്ജക്റ്റ് കഴിയും മുമ്പേ ദൂതന്മാർ ചില കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.
2 ദിവസം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ട് ആമേ വിടേണ്ട ഭാഗങ്ങളാണ്. പക്ഷേ ദൈവാത്മാവ് ചിലതിനെയൊക്കെ പൊക്കിയെടുക്കാൻ ഈ നൂറ്റാണ്ടിൽ ചില കൃപാവര പ്രാപ്തന്മാരെ നമ്മുടെ പട്ടണത്തിലേക്ക് ദൈവം അയക്കും, വിദൂരങ്ങളിൽ ദൈവം അയക്കും. അത് നിന്റെ കുടുംബത്തിന് മാത്രമല്ല, നിന്റെ സഭയ്ക്കും നിന്റെ മുമ്പിലോട്ടുള്ള ആത്മീക ഭൗതിക മണ്ഡലത്തിനും നിന്റെ കുടുംബ ജീവിതത്തിനും അത് ഏറ്റവും ഭദ്രമായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്ലാനാ. അതിനെ പൊട്ടിക്കാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. അതിനെ തകർക്കാൻ ആർക്കും ഈ ഉലകത്തിൽ കഴിയത്തില്ല. നോക്കിക്കേ, ആമേൻ. ഈ ഭാഗം വായിച്ചു വരുമ്പോ അടുത്ത 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ പറയുന്നത് ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ സ്തോത്രം നോക്കിക്കേ, കർത്താവ് അവിടെ അയക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ഒരു കാര്യം ചെയ്യണം. നസറത്ത് ചെന്നിട്ട് ഗലീല പട്ടണത്തിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് പ്രൈസ് ദി ലോർഡ് ദാവീദ് ഗൃഹത്തിലുള്ള യോസേപ്പ് എന്ന ഒരു പേരുള്ളൊരു പുരുഷനുണ്ട്, അവിടെ ചെല്ലണം. ഇതെല്ലാം പറഞ്ഞയക്കുക ദൈവം. ഇന്ന് രാത്രി വെറുതെ ഒന്നും അല്ല കേട്ടോ മറിയ അവിടെ കയറി വന്നത്. വെറുതെ അല്ല മറിയ അവിടെ ആ വീട്ടിൽ കയറി വെച്ചത്. എലിസബത്തിന്റെ കയ്യിൽ ഷേക്കൻഡ് കൊടുക്കാൻ പോയത് ഒരു ബന്ധം പുതുക്കാൻ വേണ്ടി പോയത് മാത്രമല്ല, കുറച്ച് നാൾ അവര് മൗനവ്രതമായിരുന്നു. അതങ്ങനെ അഭിഷേകം കൂടുമ്പോൾ ചിലപ്പോൾ മൗനവ്രതമൊക്കെ ഉണ്ടാവും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ മൗനവ്രതമൊക്കെ മാറണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി അവിടെ ചെന്നപ്പോൾ അകത്ത് കിടന്നൊരുത്തം പറയടാ, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും. ആമേൻ. 6 മാസത്തിൽ മൂത്തതാണ് യോഹന്നാൻ. ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും. നോക്കി, നീ എന്ത് ചെയ്താലും അപ്പോഴാ പിള്ള കിടന്ന് തുള്ളുന്നത്. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് കൈ കൊടുക്കാൻ ഒരുത്തനെ അവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ, കൈക്ക് പിടിക്കാൻ ഒരുത്തനെ അവിടെ അയച്ചെങ്കിൽ 28-ാമത്തെ വാക്യം പറയും, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് പ്രൈസ് ദി ലോർഡ്, കൃപ ലഭിച്ചവളെ നിനക്ക് എന്താണ് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്താ ലഭിച്ചതെന്നറിയാമോ? വലിയ വീടല്ല, പിന്നെന്താ കിട്ടിയെങ്കിൽ നല്ലത്. വലിയ കാറല്ല, കിട്ടിയാൽ നല്ലത്. ഉയർന്ന ജോലിയല്ല, ഉണ്ടെങ്കിൽ നല്ലത്. കർത്താവ് തന്നതല്ലേ, എടുത്തോ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ലോട്ടറി അടിച്ചതല്ല, അടിച്ചെങ്കിൽ നല്ലത്, പരിപാലിച്ചോ. നല്ല ആരോഗ്യവും സൗന്ദര്യവും കിട്ടിയെങ്കിൽ നല്ലത്, അത് പരിപാലിച്ചോ. പക്ഷെ ഇവിടെ പറഞ്ഞത് കൃപ ലഭിച്ചവളെ. കൃപയുണ്ടോ? 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 ആ വാക്കുന്ന രാത്രി കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിയുള്ളതുമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തരെ, ദൈവത്തിന്റെ ഭക്തിയെ, ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് രാത്രി ചില പാഠങ്ങൾ കീറി മുറിച്ച് നിനക്ക് വേണ്ടി വേർതിരിച്ചിടുന്നത് പോലെ ഇന്ന് രാത്രി പണ്ടേ 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 ചിലതൊക്കെ നിനക്ക് വേണ്ടി മാറ്റിയിട്ടതുപോലെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിലത് മാറ്റിയിടാൻ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലകൾ നീ പ്രാർത്ഥിച്ചതും കരഞ്ഞതും ഉപവസിച്ചതും പട്ടിണി ദൈവത്തിന് വേണ്ടി സമയം വേർതിരിച്ചതും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നീ കേട്ട നിന്ദകളും പഴികളും ദുഷികളും അതിന് ബദലായി ദൈവം നിന്റെ മുമ്പിൽ വന്നു എന്ന് പറയുന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ട് അവൻ തന്റെ ദൂതനോട് ഇന്ന് രാത്രി കൽപ്പിക്കുകയാ, നീ ഒരു കാര്യം ചെയ്. ആ വാക്കവൾ കേട്ടിട്ട് ഭ്രമിച്ച് ഇത് എന്താകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊരു എന്ന് പറഞ്ഞ് അവൾ വന്ദനം ചെയ്ത് അവരെ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ 30-ാം വാക്യം, ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുക, നിന്റെ ഗർഭഫലം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചിലത് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപയിൽ ദൈവമൈതലേ നിനക്ക് വേണ്ടി ദൈവാത്മാവ് ചില വഴികൾ വാതിലുകൾ തുറക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവേ, പ്രതീക്ഷയില്ലാത്തെടുത്ത ദൈവം വലിയവ ചെയ്യുന്നത്. പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇനി ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ദൂതന്റെ ചില കാര്യങ്ങൾ ചെയ്യാൻ സെഖറിയാവിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ചെയ്തിരിക്കും. അതിന് ആരിനി കുറുകെ എന്നാലും ദൈവം അവിടെ ചെയ്യാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി അവർ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഇനി അപ്പുറത്തിരിക്കുന്നവർ മന്ത്രവാദം ചെയ്യുന്നു, ഇനി അവർ ഇന്നത് ചെയ്തത് കൊണ്ടാണ്. നോ, അവരെല്ലാം നോക്കി നിൽക്കേ. ഉടവനരകതുനി അവരൊക്കെ നോക്കി നിൽക്കേ.
നിനക്കുള്ള ഓഹരി വേർതിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് രാത്രി എല്ലാരും നോക്കി നിൽക്കേ. അവർ നിന്നെ പഴിക്കുമ്പോൾ, ഇതാ എന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്തു, നീ ശപിക്കപ്പെട്ടവളെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഇന്ന് രാത്രി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല, അപ്പോ നിന്റെ മുൻപിൽ ഇന്ന് രാത്രി ദൂതൻ നിൽപ്പുണ്ട്. നിന്റെ കണ്ണീരിനെ തുരുത്തിയിൽ ശേഖരിച്ച ആ ദൂതൻ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൂതൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയട്ടെ, അവർ നിന്നെ ഓർത്ത് നിനക്ക് നേരെ അവർ പൈമ്പല്ല് കടിക്കട്ടെ. ആമൻ. അവർക്ക് പല്ല് കടിച്ച് ഉരുകട്ടെ. അവരങ്ങനെ പ്രബലനായി വരട്ടെ. പക്ഷെ ഇന്ന് രാത്രി ദൈവ പൈതലേ ശ്രദ്ധിക്കണം, ദൈവം നിനക്ക് വേണ്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തരും. നിശ്ചയമായും അവൻ നിനക്ക് വേണ്ടി തന്നിരിക്കും. അതാർക്കും അതിനെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. ആർക്കും അതിനെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ ദൂതൻ എന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു വാക്യം കൂടെ വായിക്കാമോ? ഒരു വാക്യം കൂടെ വായിച്ച് മുമ്പിലോട്ട് പോകാം. ഒറ്റ വാക്യം കൂടെ വായിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച അതേ അധ്യായം തന്നെയാണ് 103 സങ്കീർത്തനം, അതിന്റെ 20 വാക്യം വായിച്ചു. 103 20 വാക്യം. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. നോയിക്കേ, ദൈവത്തിന്റെ സാന്നിധ്യോടെ വെളിപ്പെടുകയാ. സ്തോത്രം. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച 103 സങ്കീർത്തനത്തിന്റെ 20 വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന ദാവീദ് വിളിച്ചു പറയുന്നത് നോയിക്കേ. പ്രൈസ് ദി ലോർഡ്. 20 വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ വളരെ വ്യക്തമായിട്ടൊരു ദൂത് അവിടെ പറയുക. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അപ്പോൾ നമ്മൾ ആരാ? അവന്റെ ആജ്ഞ കേട്ട് അനുസരിക്കുന്ന ആരാണ്? വീരന്മാരായ ദൂതന്മാരായുള്ളവരെ. അപ്പൊ നമ്മൾ ആരാ? വീരന്മാരാ. അവന്റെ ആജ്ഞ കേൾക്കുന്നവർ മാത്രമാണ് കേട്ടോ, കേൾക്കാത്തവരല്ല. അവന്റെ ആജ്ഞ കേൾക്കുന്നവർക്ക് പരിഹാസം ഉണ്ടാവും, ഉറപ്പായിട്ടും. മുമ്പിലോട്ട് വിടത്തില്ല, മുമ്പും പിൻപും അടയ്ക്കും. എല്ലാ വഴികളും നിങ്ങൾക്ക് വിരോധമാകും. അവിടെ ഈ പിടിച്ചു നിൽക്കുക. അതല്ലേ വചനം പറയുന്നത്? എന്താണ്? അവസാനത്തോളം പറ പിടിച്ചു നിൽക്കുന്നവൻ, കഷ്ടം സഹിച്ച് നിൽക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, അവനാണ് വാഴ്ത്തത്വം കാണുന്നത്. സ്തോത്രം. അവസാനത്തോളം, പ്രൈസ് ദി ലോർഡ്. ഇന്നും നാളെയും തരാന്നല്ല, കഷ്ടതയുടെ നടുവിൽ നിൽക്കുന്നവനെയാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ ആ നടുവിൽ നിൽക്കുന്ന ആ വീരനായി, ആ ഒരു വീരയായി അവന്റെ നടുവിൽ പലരും പറയാറുണ്ട്, ഓ പ്രൈസ് ദി ലോർഡ്, ഇനി ഇത്രയൊക്കെ നീ ചെയ്തല്ലോ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞാലും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഒരു പന മുളച്ചു വരാൻ ചില മാസങ്ങൾ എടുക്കും. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നൊന്നും ഒരു പന മുളച്ചു വരത്തില്ല. പനയുടെ വിത്ത് കൊണ്ട് മുളപ്പിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് കിളിർത്തു വരത്തില്ല. കാരണം ഇതര വിത്തുകളെക്കാൾ വലിയ കട്ടിയുള്ള സംഭവമാണ് പനയുടെ വിത്തെന്ന് പറഞ്ഞാൽ. അത് മുളച്ചു വരണമെങ്കിൽ ചില മാസങ്ങൾ എടുക്കും കേട്ടോ. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചില മാസങ്ങൾ എടുക്കും. അത് കർത്താവിന്റെ മുമ്പിൽ സ്തോത്രം 1000 ദിവസം ഒരു യാമം പോലെയാണെങ്കിൽ നിന്റെയും എന്റെയും പ്രാർത്ഥനാ നാളുകൾ കർത്താവിന് ഒരു യാമം പോലെ മുൻപിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. ദൈവം ചിലതൊക്കെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിവർത്തിക്കേണ്ട നാഴിക വിദൂരമല്ല. അതാ ഇവിടെ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ, അവന്റെ ദൂതന്മാർ. അപ്പൊ ഒന്ന്, അവന്റെ വാക്കുകൾ, കർത്താവിന്റെ വാക്കുകൾ കേട്ടനുസരിക്കുന്നവരാണ് ദൂതന്മാർ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. അനുസരിക്കുന്ന ദൂതന്മാർ, അനുസരിക്കുന്ന വീരന്മാർ, അനുസരിക്കുന്ന യോദ്ധാക്കൾ, അനുസരിക്കുന്ന അഭിഷക്തന്മാർ. സ്തോത്രം. സെക്രിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിച്ചു. 2-ാമത്തെ വാക്യം പറയുന്നു, യഹോവ സാത്താനോട്, സാത്താനേ, പ്രൈസ് ദി ലോർഡ്, യഹോവ നിന്നെ ഭർഷിക്കുന്നു,
യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ എന്ത് ചെയ്യിക്കുന്നു? പൾസിക്കുന്നു. സ്തോത്രം. അടുത്ത് പറയുക, ഇവൻ തീ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ശുശ്രൂഷയിൽ നിർത്തിയിരിക്കുന്ന അഭിഷക്തനെ ന്യായം വിധിക്കാൻ, അല്ലെങ്കിൽ അവന്റെ കുറവിനെ കണ്ടുപിടിക്കാൻ സാത്താൻ അവിടെ ചട്ടം കെട്ടി ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിൽ വന്ന് നിന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ. സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷക്തന്മാരെ കുറ്റം ചുമത്തുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. അവൻ അതിൻ്റെതായ നിലയിൽ പ്രവർത്തിക്കുന്ന സ്വർഗം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ ഏതെല്ലാം വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കുന്നുവോ ആ വിഷയത്തിന് അപ്പുറവും ചെയ്യാൻ എന്റെ കർത്താവ് സർവ്വനെ. ഇന്ന് രാത്രി അപ്പന്റെ പാദമെടുത്തിരുന്നിട്ട് പറ, കർത്താവ് നിന്റെ വിളിക്ക് വേണ്ടി, നിന്റെ വരവിന് വേണ്ടി, നിന്റെ മുഖത്തെ ഒന്ന് ചുംബിപ്പാൻ, നിന്റെ പാദത്തെ കെട്ടിപ്പിടിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച നാളുകളായി ഞാൻ നിന്റെ വരവിനായി കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്ന എനിക്ക് വേണ്ടി നീ പ്രത്യക്ഷനാകും. എനിക്ക് പ്രത്യക്ഷനാകുമ്പോൾ അതിന്റെ എല്ലാ തലത്തിൽ കൂടെയും ശൂന്യതകളെ പരിഹരിക്കാൻ, എന്റെ കുറവിനെ പരിഹരിക്കാൻ, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാൻ, കുറവിനെ ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരായുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത കുറച്ചുകൂടെ അടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ 21-ാമത്തെ വാക്യം പറയുന്നു, സങ്കീർത്തനം 103:21 പറയുന്നതിന്, അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈര്യമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവിടെ പറഞ്ഞത്? അവന്റെ ഇഷ്ടം ചെയ്യുന്ന. കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ ചിന്തിക്കാമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത് എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന, ആ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു യേശുവിനെ അവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലായ്പ്പോഴും നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, കണ്ടോ, എല്ലായ്പ്പോഴും ഏത് സമയത്തും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു യേശുവിനെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, കർത്താവിന് ഇഷ്ടം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ തയ്യാറായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ രാത്രി ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ വീരനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിനകത്ത് ഏകദേശം 273 പ്രാവശ്യം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടെ ചേർത്ത് 273 പ്രാവശ്യം ദൂതന്മാരെ പറ്റി അവിടെ ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഏറ്റവും കൂടുതലായി പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. ആമേൻ. ഈ രണ്ട് ഭാഗം കൂടെ ചിന്തിക്കുമ്പോൾ ഈ 66 പുസ്തകത്തിനകത്ത് 273 പ്രാവശ്യം പ്രധാനപ്പെട്ട ദൂതന്റെ ശബ്ദം നമുക്കവിടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ഈ ശുശ്രൂഷയുള്ള ദൂതന്മാരുടെ പ്രത്യേകത 148-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 1:26 നമ്മള് സ്തോത്രം നമ്മൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ 1-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 30-ാമത്തെ വാക്യം, 33-ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യവും മുതൽ 33-ാമത്തെ വാക്യം വരെ ഒരാളുടെ ശബ്ദം ഉയർത്തി വായിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും.
അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ 34-ാമത്തെ വാക്യം പറയുന്നു, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്ത ദൂതനോട് പറയുന്നത് 35, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇന്ന് രാത്രി ദൈവമൈതലേ, ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? പറ. ആമേൻ, സ്തോത്രം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല കേട്ടോ. ഇന്ന് രാത്രി ദൈവം ചിലതൊക്കെ പണിയുന്ന രാത്രിയാ. ശവനപരകതുനി, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന ആ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പുത്രൻ, നിന്നിലൊരു ആൺകുട്ടി പുറത്തു വരും. ദൂത് കറക്റ്റാ, നിന്നിലൊരു ആൺകുട്ടി പുറത്തു വരും. ഹല്ലേലൂയ. ശമനവരകതുനി വൈഡകരാജകൽക്കനാദി. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൊഫസർ പ്രാർത്ഥിച്ചോ, എഴുതി വെച്ചോ. ഇന്ന് രാത്രി ആമേൻ, ഒരു ആൺകുട്ടി ഉദരത്തിൽ നിന്ന് ആമേൻ മരിച്ചു പുറത്തു പോയെങ്കിൽ ഭാരപ്പെടണ്ട. രണ്ടാമതൊരു കുട്ടിയെ ദൈവം തരാൻ പോകുകയാ. സ്തോത്രം. ഒരാൺകുട്ടിയെ ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് തരാൻ കർത്താവിന് പദ്ധതി ഉണ്ടെന്ന് രാത്രി ദൂതൻ വിളിച്ചു പറയുകയാ. സ്തോത്രം. ആമേൻ, ഇന്ന് രാത്രി ആ ദൂതിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കൂ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവെന്ന് രാത്രി പറയുന്നു, ദൂതൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുകയാ. എന്ന് രാത്രി ഇരിക്കുന്ന കുടുംബത്തിനകത്ത് മാത്രമല്ല കേട്ടോ, ദൂതൻ ആ ദേശത്ത് വന്നിട്ട് വർഷങ്ങളായി കേട്ടോ. ഹല്ലേലൂയ. ദൂതൻ ആ ദേശത്ത് ഇറങ്ങിയിട്ട് ചില വർഷങ്ങളായി. എന്നാണോ നിയോഗത്തോടെ കുടുംബത്തിൽ കാല് വെച്ചോ അന്ന് മുതൽ ദൂതൻ അവിടെ നിൽപ്പുണ്ട്. പരാജയങ്ങളെ മാറ്റാൻ ദൂതനുണ്ട്. ഇന്ന് രാത്രിയിലും ആമേ ഓമനസസ് പ്രാർത്ഥിച്ചോ. ആമേ, മനുവിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. 26-ന് മുൻപ് ആ കുടുംബത്തിലുള്ള തലമുറ ഉത്ഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആമേ, ഇനി കാലതാമസമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിയോഗത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിമിഷങ്ങൾ വേർവിട്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി കുടുംബതലങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. ശുഡബലരഗതുനി അതുരഗരഗദന ജൂഡപരാജകൽക്കനാദികൾ കടകപരം ദരേകര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ ചില കാര്യത്തിൽ ഇടപെടാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ദൂതൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുകയാ. ഇന്ന് രാത്രി ദൂതൻ നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുകയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ മാനുഷ്യമായി ഇടപെടലാണെങ്കിൽ ദൂതൻ നിന്റെ കുടുംബത്തിൽ ഇടപെടും. ദൂതൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൂതൻ അത്ര ശക്തി ഉള്ളവനായി ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ. ഹല്ലേലൂയ. ശമനപരകതുനി. ആമേ, റിക്കി, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുക, നിന്റെ കാര്യം ഏറ്റെടുക്കുന്ന ഒരു ദൂതൻ നിന്റെ കുടുംബത്തിൽ നിൽപ്പുണ്ട്. നിന്റെ കാര്യത്തെ ഏറ്റെടുക്കാൻ നിന്റെ കുടുംബത്തിൽ ആ ദൂതൻ നിൽപ്പുണ്ട്. നീ ജനിച്ച അന്ന് മുതൽ ദൂതൻ നിന്റെ കൂടെയുണ്ട്. ആമേ, സ്തോത്രം. ആമേ, പാട്ടുകാരൻ പാടിയതുപോലെ അർഹിക്കാത്ത നന്മകളാൽ ദൈവത്തിന് നിറയ്ക്കുന്ന നാഴിക വിദൂരമല്ലെന്ന്. അതുരക്കടകം വേദപരാജകൽക്കനാദികൾ പ്രൗഢപരക്ഷം. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. ജോബി, ആമേ, എസ്തേരുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൂതൻ നിന്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ദൂതന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാ. സ്തോത്രം. എത്രയോ പ്രാവശ്യം നിന്നെ തകർത്ത് കളയാൻ, ഉടച്ചു കളയാൻ, ആമേ, നിന്നെ ആമേ ഉന്മൂല നാശം ചെയ്യാൻ പലരും പദ്ധതി ഒരുക്കിയപ്പോഴും ദൈവാത്മ പറയുന്നില്ല. 2025 കഴിയും മുമ്പേ നിന്റെ ഭാവിയെ തെളിയിക്കുന്ന ദൂതന്റെ വർത്തമാനം നിന്റെ കുടുംബത്തിനകത്തേക്ക് ദൈവാത്മാവ് അയക്കാൻ പോകുക. ദൂതന്റെ വർത്തമാനം. ഓ, ദൂതന്റെ വർത്തമാനമാണ് കേട്ടോ. ദൂതന്റെ വർത്തമാനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കാൻ പോയ കേട്ടോ. മിനി കർത്താവിന്റെ അഭിഷേകത്തെ ആമേ, സെക്കറിയാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ ദൂതൻ അവിടെ ഇറങ്ങി നിൽക്കുകയും രാത്രി ദൂതന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ടെന്ന് രാത്രി ദൂതുകൾ പറയാൻ തുടങ്ങിക്കോ. ആമേ, തന്ന കൃപാവരങ്ങളിൽ പിന്നെ കത്തി ജ്വലിച്ചോ. ചില ദീർഘദൂര യാത്രകൾ ദൈവാത്മാവ് ഒരുക്കുന്നുണ്ട്.
ഹല്ലേലൂയ, ജില്ല വിട്ട് ജില്ലയിലേക്ക് കർത്താവിന്റെ പടവീരയായി ഒരു പടവീരയായി ദൈവാത്മാവി നാളുകളിൽ കത്തി ജ്വലിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൂതൻ നടത്തുവാൻ ശക്തനാണ്. ആരെല്ലാം അടിച്ചമർത്താൻ നോക്കിയാലും, ആരെല്ലാം മാറ്റി നിർത്താൻ നോക്കിയാൽ, ഒരു പ്രൈസ് ലോർഡ്, ഒരു പടക്കുതിരയെ പോലെ ഒരു പോർ വീരയാക്കി ദൈവത്തിന്റെ തലത്തിലേക്ക് ദൈവം നിർത്തും. ഇതുവരെ കൊട്ടിയടച്ച കുടുംബങ്ങൾക്കകത്ത് ദൈവം ഒരു ദൂതുവാകിയാക്കി ദൈവം അയക്കുന്ന നാളുകൾ വിദൂരമല്ലേ അല്ല. ഓ റിബലബ ശംഭവാരകൽക്കനാദി അതുരകരകദല ജൂഡപരാജകൽക്കനാദി അംദൽകബലബരകദുരി വേദകരാജകൽക്കന അംദലേരികൽക്കന ജൂഡപരംദലേകര. ഹല്ലേലൂയ. ആമേൻ. 109 സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ തകമേണ്ടിയ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കുടുംബത്തിൽ ദൂതറിയിക്കുന്നുണ്ട്. ഒരു ദൂതൻ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൂതൻ ദേശത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ദൂതൻ യാത്രയിൽ വ്യാപരിക്കുന്നുണ്ട്. ദൂതൻ ഉപജീവന വഴിക്ക് വ്യാപരിക്കുന്നുണ്ട്. ദൂതൻ കുടുംബതലത്തിലേക്ക് ഇറങ്ങി നിൽപ്പുണ്ടെന്ന് രാത്രി. ഓ റിബലബ ശംഭവാരകൽക്കനാദി ഓ റിബൽ പ്രൗഢപരക്ഷ 109:6 പറയുന്നു, ഇന്ന് രാത്രി ചില വിടുതലിന്റെ രാത്രി അത്രേ. കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ ആമേ സ്തോത്ര ഉന്മൂലനാശം ചെയ്യുമെന്ന് പറഞ്ഞ ഓ പ്രൈസ് ദി ലോർഡ് പൈശാചികന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് രാത്രി പ്രവർത്തിപ്പാനുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചോ. ദൈവത്തിന് ഇന്ന് രാത്രി പ്രവർത്തിപ്പാനുണ്ട് കേട്ടോ. ഇന്ന് രാത്രി എത്രയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ആ ദൂതന്റെ സാന്നിധ്യം ഇതിനകത്ത് മുഴങ്ങിക്കൊണ്ട് നിൽക്കുകയാ. ആ ദൂതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആമെ മുഴങ്ങിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ദൈവത്തിന്റെ പ്രവർത്തിക്കായി ആമെ ഏൽപ്പിച്ചു കൊടുത്തോ. ഹല്ലേലൂയ. ഉടവൽക്കമന ജൂഡപരാജകൽക്കനാദി. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കര ആമെ വെളിപ്പെടുന്ന രാത്രി അത്രേ. പരിശുദ്ധാത്മാവിന്റെ കര ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രി അത്രേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവജനം ഇന്ന് രാത്രി ദൂതിലേക്ക് മടങ്ങി വരുമ്പോൾ 8:33 ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ. ദിനേശ് ബ്രദറെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവാത്മാവ് ഈ രാത്രി ഇടപെടുകയാ. ദൂതൻ സംസാരിക്കാൻ പോകുന്നു. അഭിഷക്തന്മാർ സംസാരിക്കാൻ പോകുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാ. ദൈവം ചില വഴികൾ തുറക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഈ നാളുകളിൽ പാളയം ഇറങ്ങാൻ പോകുകയാ. ദൈവത്തിന്റെ ഭക്തന്മാരെ സൂക്ഷിപ്പാൻ അവൻ തന്നെ ദൂതന്മാരെ ചുറ്റും പാളയം ഇറക്കുന്നു എന്ന് ആമോസിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം കൂടെ ചേർത്ത് പഠിച്ചോ. എന്ന് രാത്രി പരിശുദ്ധാൻ വിളിച്ചു പറയുക, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 4-5 വാക്യം പ്രവസിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ഇടപെടുകയാ. ഉടവൽക്കമന ജൂഡപരാജകൽക്കനാദി. ഇന്ന് രാത്രി ഇടപെടുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.